അല്ല, നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ UDF നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്നൊക്കെ ഒരു സംശയമില്ല. എല്ലാവർക്കും നമ്മുടെ അഭിപ്രായം ഉണ്ടാവുക ആരായിരിക്കണം ആ സ്ഥാനാർത്ഥി എന്ന്. പക്ഷേ ഇതിൽ ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് അനുസരിച്ചിട്ട് KPCC തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു സംശയവുമില്ല, നിലമ്പൂരിനെ UDF തിരിച്ചെടുക്കും. ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു ദുർഭാഗ്യമായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനാർത്ഥി മാറി നിന്ന കാരണം, ജയിച്ച ആൾ മാറി നിന്ന കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥിയായി? അല്ല, ആരായിരിക്കും എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ പ്രോസസ്സ് നടന്നിട്ടില്ല. എനിക്ക് എൻ്റെ പ്രിഫറൻസ് ഉണ്ടാവുക, വേറെ പലർക്ക് വേറെ പ്രിഫറൻസ് ഉണ്ടാവുക. നമ്മുടെ ഓരോരോ ആൾക്കാരുടെ കഴിവും അവിടുത്തെ ആ മേഖലയിലത്തെ അവരുടെ ഒരു വേരുകളും അവരുടെ എല്ലാ വിധത്തിലത്തെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് അതിന് അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷെ ഞങ്ങളുടെ പ്രോസസ്സിൽ നമ്മളുടെ ഭാരവാഹികളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ല. ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോകണം. ആ പ്രോസസ്സ് ആരംഭിച്ചിട്ടില്ല. സമയം വരട്ടെ. പ്രഖ്യാപനം കൂടി വന്നിട്ടില്ല ഇലക്ഷൻ്റെ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.